നാഥ്, എന്താ ഇത്? മാളു ഇതിൽ തെറ്റുകാരിയല്ലെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. നിനക്കും അറിയാം. നീ തന്നെ അവളെ കുറ്റപ്പെടുത്തുവാണോ? സിറിൽ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. ഇത് ഞാനും ഇവരും തമ്മിലുള്ള പ്രശ്നമാണ്. എനിക്കറിയാം എന്തു ചെയ്യണമെന്ന്, നാഥ് ദേഷ്യത്തോടെ പറഞ്ഞു. സിറിൽ അഭയെ നോക്കി. അവൻ ഒന്നും പറയണ്ട എന്ന് സിറിലിനെ കണ്ണു കാണിച്ചു. ചേട്ടാ, ജാനകി കാല് തട്ടി തന്നെ വീണതാ, അച്ചു അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. നോ നാഥ്, ഞാനല്ല, ഈ കുട്ടി വെറുതെ പറയുക. നിത്യ പാവം ചമഞ്ഞു. നിത്യ, അപ്പോൾ താനല്ല ഇത് ചെയ്തത് അല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അല്ല നാഥ്, ഞാനല്ല, സത്യം. ഓക്കെ അഭി. നാഥ് വിളിച്ചതും അഭി മുന്നോട്ട് വന്നു. അതൊന്ന് കാണിച്ചു കൊടുക്ക്. നാഥ് പറഞ്ഞതും അഭി ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്ത് നിത്യയ്ക്ക് നേരെ നീട്ടി. അത് CCTV ദൃശ്യങ്ങളായിരുന്നു. അതിൽ മാളുവും പിള്ളേരും നടന്നു വരുമ്പോൾ അവർ പരസ്പരം എന്തൊക്കെയോ പറയുന്നതും മാളു അടുത്തു വരുമ്പോൾ നിത്യ കാലു നീട്ടുന്നതും ഒക്കെ വ്യക്തമായിട്ട് തന്നെ കാണാമായിരുന്നു. നിത്യ സംശയത്തോടെ നാഥനെ നോക്കി. നാഥ് അവൾക്ക് വരാന്തയുടെ സൈഡിൽ വെച്ചിരുന്ന ക്യാമറയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊരു സാധനം ഇവിടെ വെച്ചിട്ടുള്ളത് നിത്യമ്മയുടെ മോർത്തില്ലായിരുന്നോ? അവൻ പുച്ഛത്തോട് ചോദിച്ചു. നിത്യയും കൂട്ടരും ആകെ വല്ലാതെയായിരുന്നു. എന്താ ഇപ്പോൾ നിനക്കൊന്നും പറയാനില്ലേടി? നാഥ് ദേഷ്യത്തോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ തമാശയ്ക്ക്. അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. അത് കേട്ടതും നാഥിൻ്റെ കൈകൾ അവളിൽ ഉയർന്നു താഴ്ന്നു. നിനക്ക് തമാശ കാണിക്കാൻ എൻ്റെ പെണ്ണിനെ നിനക്ക് കിട്ടിയോളോ? ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞതാ എൻ്റെ പെണ്ണിനെ കരയിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ലെന്ന്. ഇന്ന് നീ അത് വീണ്ടും ആവർത്തിച്ചു. നിനക്ക് എത്ര കിട്ടിയാലും നാണമില്ലേ? ഇനി ഒരിക്കൽ കൂടെ നീ കാരണം ഇവളുടെ കണ്ണ് നിറഞ്ഞാൽ അന്ന് നിന്റെ അന്ത്യമായിരിക്കും, പറഞ്ഞേക്കാം, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. നിത്യ കവളിൽ കൈവച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. പിള്ളേരിൽ ചിലർ അടക്കം പറയുന്നു. അഞ്ജുവും അച്ചും കൈകൾ മാറിൽ കെട്ടി ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു എന്ന രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. സിറിലിൻ്റെയും അഭിയുടെയും മുഖത്ത് പുച്ഛമാണ്. അവൾ മാളുവിനെ നോക്കി. മാളു കണ്ണുകളൊക്കെ നിറച്ച് അവളെ നോക്കി നിൽക്കുവാണ്. മാളുവിനെ കണ്ടതും നിത്യയുടെയും അവളുടെ ആൾക്കാരുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നിത്യ നാഥിനെ നോക്കി. എന്നാൽ നാഥിൻ്റെ കണ്ണുകൾ മാളുവിലായിരുന്നു. അത് കണ്ടതും അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. അവൻ മാളുവിൻ്റെ കയ്യിൽ പിടിച്ചു. മാളു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വാ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിട്, വേണ്ട. അവൾ അവൻ്റെ കൈ അവളിൽ നിന്നും എടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വാ പെണ്ണെ ഇങ്ങോട്ട്. അവൻ ചിരിയോടെ അവളുടെ തോളിൽ കൂടി കൈയിട്ട് ബലമായി അവളെ പിടിച്ചുകൊണ്ട് നടന്നു. പോകുന്ന വഴിയിൽ അവൻ സിറിലിനെയും അഭിയെയും അച്ചുവിനെയും അഞ്ജുവിനെയും കൂടെ വരാൻ കണ്ണു കാണിച്ചു. അവർ നിത്യയെ പുച്ഛത്തോടെ ഒന്ന് നോക്കിയിട്ട് അവരുടെ ഒപ്പം നടന്നു. കൂടെ നിന്ന പിള്ളേരെല്ലാം നിത്യയും കൂട്ടരെയും പരിഹാസത്തോടെ നോക്കി. നിത്യ ദേഷ്യത്തോടെ അവിടുന്ന് പോയതും അവളുടെ പടകളും അവളുടെ കൂടെ വെച്ചുപിടിച്ചു. അവൻ അവളെയും കൊണ്ട് കുട്ടികളൊന്നുമില്ലാത്ത ഒരു ക്ലാസ്സിലേക്ക് കയറി. അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ രണ്ട് തോളിലും പിടിച്ച് അവളെ ആദ്യത്തെ ഒരു ബെഞ്ചിലിരുത്തി. അപ്പോഴേക്കും ബാക്കിയുള്ളവരും അങ്ങോട്ടേക്ക് വന്നിരുന്നു. നാഥ് തറയിലേക്ക് കുത്തിയിരുന്നു. എന്നിട്ട് അവളുടെ കാലെടുത്ത് അവൻ്റെ മുട്ടിന് മുകളിലേക്ക് വെപ്പിച്ചു. അവൾ കാൽ വലിച്ചെടുക്കാൻ നോക്കിയതും അവൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കി. അത് കണ്ടതും അവൾ പിന്നെ കാല് വലിച്ചെടുക്കാൻ ശ്രമിച്ചില്ല. അവൻ അവളുടെ മുട്ടിൽ ഉരിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കൈകൊണ്ട് ഒന്ന് തലോടി. അവൾ വേദന കൊണ്ട് എരിവ് വലിച്ചു. വേദനിക്കുന്നുണ്ടോ? അവൻ ചോദിച്ചതും അവൾ ഉണ്ടെന്ന് തലയാട്ടി. സിറിലെ, ഓഫീസിൽ പോയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ട് വാ. നാഥ് അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് അതെടുക്കാൻ പോയി. നിനക്ക് തറയിൽ നോക്കി നടന്നൂടെ? ആരുടെ പരദൂഷണവും പറഞ്ഞു വന്നതാ മൂന്നെണ്ണവും? നാഥ് ചിരിച്ചുകൊണ്ട് അഞ്ജുവിനെയും അച്ചുവിനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവരവിടെ കൂട്ടം കൂടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ചേട്ടാ. പിന്നെ ഇവള് വീണപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവരുടെ തന്നെ പണിയാണെന്ന്, അച്ചു പറഞ്ഞു. അവൾക്കൊന്നും എത്ര കിട്ടിയാലും നന്നാവാൻ പോകുന്നില്ല, അഞ്ജു പുച്ഛത്തോടെ പറഞ്ഞു. മാളു നാഥിനെ തന്നെ നോക്കുകയായിരുന്നു. ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുമ്പോൾ അവന് കാല് വേദനിക്കില്ലേ എന്ന് ചിന്തിക്കുകയായിരുന്നു അവൾ. സിറിൽ അപ്പോഴേക്കും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വന്ന് നാഥിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. അവൻ അതിൽ നിന്നും പഞ്ഞിയും കുറച്ച് ഡെറ്റോളും എടുത്തു. എന്നിട്ട് അത് പഞ്ഞിയിൽ മുക്കി അവളുടെ മുറിഞ്ഞ കാലിലേക്ക് വെച്ചു. അവൾ വേദന കൊണ്ട് വിളിച്ചു. ഒന്നുമില്ലടി, ചെറിയ വേദനയേ ഉള്ളൂ, പെട്ടെന്ന് കരിയും, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിറിൽ പിള്ളേരെ കണ്ണു കാണിച്ചതും അവർ 4 പേരും കൂടി ക്യാൻറ്റീനിൽ പോയി വരാമെന്ന് പറഞ്ഞിറങ്ങി. നാഥും അവളും മാത്രമായി ആ മുറിയിൽ. അവൻ അവളുടെ കാൽമുട്ടിൽ ഊതിക്കൊണ്ടിരുന്നു. അവൻ്റെ ശ്വാസം മുറിഞ്ഞെടുത്ത് തട്ടുമ്പോൾ അവൾക്ക് ഒരു ആശ്വാസം പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കാൽ പതിയെ എടുത്ത് താഴേക്ക് വെച്ചു. എന്നിട്ട് അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നിന്നേക്കാൾ വിശ്വാസം മറ്റാരോടും ഇല്ലടി,
അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നീ തെറ്റ് ചെയ്യാതെ ഈ തല നീ ആരുടെയും മുൻപിൽ കുനിക്കരുതെന്ന്. നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഈ തല ആരുടെയും മുമ്പിലും കുനിയരുത്. ഇന്ന് അവിടെ വെച്ച് നീ തെറ്റ് ചെയ്തവളെ പോലെ തലകുനിച്ച് നിന്നപ്പോൾ ശരിക്കും അവൾക്കിട്ടല്ല നിനക്കിട്ടൊരെണ്ണം പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത്. ഞാനത് ചെയ്യാഞ്ഞത് എന്താണെന്നറിയുമോ? അവൻ ചോദിച്ചതും അവൾ എന്താ എന്നുള്ള രീതിയിൽ അവനെ നോക്കി. നിന്നെ തല്ലിയാൽ വേദനിക്കുന്ന എനിക്കടി, അത്രയും ജീവനാ എനിക്കെൻ്റെ പെണ്ണിനെ. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി. വേദനയുണ്ടോ മുട്ടിന്? അവൻ സംശയത്തോട് ചോദിച്ചു. അവൾ ഇല്ലെന്ന് ചുമലനക്കി. ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നോ എന്നോട്? അവൻ ചിരിയോടെ വീണ്ടും ചോദിച്ചു. പിന്നെ വിഷമം വന്നു. എന്നെ സംശയിച്ചില്ലേ? ഞാൻ തമ്മിൽ തെറ്റിക്കുവാണെന്ന് പറഞ്ഞില്ലേ? എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞില്ലേ? അവൾ വിതുമ്പി. അത് നീ എന്തേലും എന്നോട് പറയുമെന്ന് ഞാൻ കരുതി. പക്ഷെ നീ ഒന്നും മിണ്ടാതെ നിൽക്കുകയല്ലായിരുന്നോ, തെറ്റ് ചെയ്തതുപോലെ? അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. നിന്റെ നിൽപ്പ് കണ്ടാൽ എല്ലാവർക്കും സത്യം അറിയാമെങ്കിലും അങ്ങനെ തോന്നുള്ളൂ. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ നിങ്ങൾ തമ്മിൽ വഴക്കാകുമെന്ന് പേടിച്ചിട്ട്. അവൾ വിഷമത്തോടെ പറഞ്ഞു. എടി പേടിത്തൊണ്ടി, നീ ഈ നാദിൻ്റെ പെണ്ണല്ലേ? എൻ്റെ പെണ്ണ് ഇങ്ങനെ പൂച്ച പോലെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. കുറച്ചൊന്ന് ബോൾഡാകടി, ഇല്ലെങ്കിൽ എനിക്ക് കൂടി നാണക്കേടാ. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ ഇച്ചായാന്നൊന്ന് വിളിക്കുമാളൂ? വിളിക്കില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വിളിക്കില്ല. വാശിയാണോ? അവൻ മീശ പിരിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുസൃതി ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ കണ്ടതും അവൾ ഉമിനീരിറക്കി. ഞാൻ ക്ലാസ്സിലേക്ക് പോകട്ടെ? അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. നീ ഇപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ ഇരുന്നാൽ മതി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അറ്റൻഡൻസ് പോകും, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോകട്ടെ പ്ലീസ്. മാളു, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, അവിടെ ഇരിക്കടി. അവൻ ദേഷ്യത്തോട് പറഞ്ഞതും അവൾ ഞെട്ടി അവിടെ ഇരുന്നു. പിന്നെ കണ്ണുകളൊക്കെ നിറച്ച് അവനെ നോക്കി. കരഞ്ഞ അടിക്കും ഞാൻ, അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ കണ്ണുകൾ തുടച്ചു. അത് കണ്ടതും അവന് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. പിന്നെ ഇരു കവിളിലും ചുണ്ടുകൾ ചേർത്തു. അവൾ ഒരു പാവയെ പോലെ ഇരിക്കുകയായിരുന്നു. അവനെ എതിർക്കാൻ പോലും മനസ്സനുവദിക്കാത്തതുപോലെ. എന്നെ പേടിയുണ്ടോ നിനക്ക്? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ അവൻ പുരുകം പൊക്കി. ദേഷ്യം വരുമ്പോൾ വിഷമം വരും. നിനക്ക് എന്ത് കാര്യത്തിനാണ് വിഷമവും കരച്ചിലും ഇല്ലാത്തത്? അവൻ പുരുകം പൊക്കി ചോദിച്ചു. ഒന്നുമില്ല, അവൾ കുനിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു ഒന്നുമില്ലെന്ന്? എല്ലാ ആവശ്യത്തിനുണ്ടല്ലോ. അവൻ ചിരിച്ചുകൊണ്ട് കുസൃതിയോടെ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി. രണ്ടിൻ്റെ സല്ലാപം കഴിഞ്ഞില്ലേ ഇതുവരെ? അങ്ങോട്ട് കയറി വന്ന സിറിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇതാ മോളെ കുടിക്ക്. സിറിൽ ഒരു ചായക്കപ്പ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി. അഞ്ജുവും അച്ചുവും അവൾ സംശയത്തോടെ സിറിലിനെ നോക്കി ചോദിച്ചു. ക്ലാസ്സിൽ പോയി മോളെ, അറ്റൻഡൻസ് ഉള്ളതല്ലേ? അവൻ പറഞ്ഞുകൊണ്ട് മറ്റൊരു ബെഞ്ചിലേക്കിരുന്നു. മോളെന്താ ഞങ്ങൾ വന്നപ്പോൾ സത്യങ്ങൾ തുറന്നു പറയാഞ്ഞത്? അവളേക്കാൾ വിശ്വാസം ഞങ്ങൾക്ക് നിന്നെ ആയിരിക്കുമെന്ന് നിനക്ക് ചിന്തിച്ചൂടെ? ആ വിശ്വാസനയോടെ അവളോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എല്ലാവരും നിന്നപ്പോൾ ആ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നീ വാതുറന്ന് മൊഴിഞ്ഞേനെ അല്ലേടി? നാദ് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ വിഷമത്തോടെ അവനെ നോക്കി. സത്യം പറയാലോ സിറിലെ, ഇങ്ങനെയാണെങ്കിൽ സത്യമായിട്ടും ഇവളെ ഞാൻ അടിക്കും. ഞാൻ പറഞ്ഞതാ ഇവളോട്, എനിക്ക് ഇവളെ അടിക്കുന്നത് തീരെ ഇഷ്ടമല്ല എന്ന്. പക്ഷേ ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ഇവൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടും കുറെ. നാദ് ദേഷ്യത്തോടെ പറഞ്ഞു. എടാ ചുമ്മാ അടങ്ങിയിരിക്കെ, വെറുതെ അവളെ വിഷമിപ്പിക്കാതെ. അഭി നാദിനെ വഴക്ക് പറഞ്ഞു. ഞാൻ പോകട്ടെ? അവൾ എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. നാദ് അവളോട് പോകാനും പറഞ്ഞില്ല, പോകാതെ ഇരിക്കാനും പറഞ്ഞില്ല. അവനൊന്നും മിണ്ടാഞ്ഞതും അവൾ എഴുന്നേറ്റ് അവരെ നോക്കി തലയാട്ടി പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടന്നു. അവൾക്ക് കാലിന് നല്ല വേദന തോന്നിയിരുന്നു. വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നി അവൾക്ക്. അവൾ വാതിലിൽ പിടിച്ച് നടക്കാൻ വയ്യാത്തതുപോലെ അവിടെ നിന്നു. എന്താ മോളെ, വേദനയുണ്ടോ? സിറിൽ സംശയത്തോട് ചോദിച്ചതും അവൾ നാദിനെ നോക്കി. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ച് പതിയെ ക്ലാസ്സിലേക്ക് നടന്നു. മിസ്, നാദ് അവളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ട് നിന്ന മിസ്സിനെ നോക്കി വിളിച്ചു. എന്താ നാദ്? അവർ സംശയത്തോട് ചോദിച്ചു. നാദ് അവരോട് പുറത്തേക്കൊന്ന് വരാൻ പറഞ്ഞതും അവർ പുറത്തേക്കിറങ്ങി. നാദ് അവരെ മാറ്റി നിർത്തി എന്തോ സംസാരിച്ചു. മാളു ക്ലാസ്സിന് മുൻപിൽ തന്നെ നിന്നു. കുട്ടികളെല്ലാം അവരെ നോക്കി. ചിലർക്ക് അവളോട് അസൂയ തോന്നി. അഞ്ജുവും അച്ചുവും അവളെ കണ്ടതും കൈപൊക്കി കാണിച്ചു. അവൾ തിരികെ പുഞ്ചിരിച്ചു. അവർ വേദന എങ്ങനെയുണ്ടെന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു ചോദിച്ചു. അവൾ അതിന് ക്ലാസ്സിലേക്ക് കയറിയിട്ട് പറയാമെന്ന് കൈകൾ കൊണ്ട് തന്നെ ആക്ഷൻ കാണിച്ചു പറഞ്ഞു. അർച്ചന, ജാനകിയുടെ ബാഗ് എടുത്തു കൊടുക്ക്. ആ മിസ് അച്ചുവിനെ നോക്കി പറഞ്ഞു. അത് കേട്ട് മാളു സംശയത്തോടെ നാദിനെ നോക്കി. അച്ചു അവളുടെ ബാഗ് എടുത്ത്. അഞ്ജു പോകുവാണോ എന്ന് ആക്ഷൻ കാണിച്ചു മാളുവിനോട് ചോദിച്ചു. അവൾ അറിയില്ലെന്ന് ചുമലനക്കി. നാദ് അച്ചുവിൻ്റെ കയ്യിൽ നിന്നും അവളുടെ ബാഗ് വാങ്ങി. വാ, നാദ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു.
അത് ക്ലാസ്, അവൾ പറഞ്ഞു. MBBS-നൊന്നും അല്ലല്ലോ പഠിക്കുന്ന, ഇങ്ങനെ പഠിച്ചു മറിക്കാൻ. നാഥ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ പേടിച്ചൊന്നും മിണ്ടിയില്ല. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോയി. അവളെ കോ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. നിത്യ, ദേ നോക്കിക്കേ. മുകളിൽ നിന്ന് സംസാരിക്കുകയായിരുന്ന ആശ നിത്യയെ നോക്കി നാഥിൻ്റെ വണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടതും നിത്യ ദേഷ്യത്തോടെ അവരെ നോക്കി നിന്നു. നിത്യ, ഇങ്ങനെ പോയാൽ നിനക്ക് നാഥിനെ കിട്ടാൻ പോകുന്നില്ല. ഇതിപ്പോൾ നമ്മൾ അവൾക്ക് നേരെ എന്തു ചെയ്യുന്നോ അതൊക്കെ നമുക്ക് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല നാഥിനെ നിനക്ക് കിട്ടുമെന്ന്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റെല്ല എന്ന പെൺകുട്ടി പറഞ്ഞു. നോ സ്റ്റെല്ല, നാഥിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവൾക്കും കിട്ടാൻ പോകുന്നില്ല. ഞാനതിനെ സമ്മതിക്കില്ല. നിത്യ ദേഷ്യത്തോടെ പറഞ്ഞു. നിത്യ, എനിക്കൊരാഗ്രഹമുണ്ട്. നീ വിചാരിച്ചാൽ അത് നടക്കും. നിനക്ക് അവനെ കിട്ടുകയും ചെയ്യും, എൻ്റെ ആഗ്രഹവും നടക്കും. എന്തു പറയുന്നു? അവളോട് കൂടെ ഉണ്ടായിരുന്ന പ്രവീൺ കുടിലമായ ചിരിയോടെ അവളോട് പറഞ്ഞു. എന്താ പ്രവീൺ? ആശ സംശയത്തോട് ചോദിച്ചു. ആ ജാനകിയെ കണ്ടപ്പോൾ മുതൽ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരാഗ്രഹമാണ്. നിനക്കറിയോ അവൾക്ക് എന്തു മണമാണെന്ന്? നല്ല തുളസിയുടെയും ചന്ദനത്തിൻ്റെയും മണമാണ് അവൾക്ക്. അല്ലാതെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അടിച്ചുകൊണ്ട് നടക്കുന്ന വില കൂടിയ അത്തറിൻ്റെ സ്പ്രേയുടെ മണമല്ല. അവളുടെ നീളമുള്ള ആ മുടിയും ആ വെണ്ണയ്ക്കൽ ശരീരവും ഒക്കെ ഒന്ന് അടുത്തറിയുവാൻ എനിക്കൊരാഗ്രഹം. അവൻ വശ്യമായ ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു. അയ്യടാ, ചില്ലറ ആഗ്രഹമൊന്നും അല്ലല്ലോ ചെക്കന്. സ്റ്റെല്ല അവനെ കളിയാക്കി. ഇവൻ എപ്പോഴും അവളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നാഥിൻ്റെ പെണ്ണായതുകൊണ്ട് നമുക്കൊന്നും നോക്കാൻ കൂടി പറ്റില്ലല്ലോ. അവരുടെ കൂടെ ഉണ്ടായിരുന്ന അരുൺ പറഞ്ഞു. സ്റ്റോപ്പ് ഇറ്റ് അരുൺ, അവൾ അവൻ്റെ പെണ്ണല്ല, ഞാനാ അവൻ്റെ പെണ്ണ്. അങ്ങനെ ആയാൽ മതി. പിന്നെ നിന്റെ ആഗ്രഹം അത് ഞാൻ നിനക്ക് സാധിച്ചു തരും, തന്നിരിക്കും. അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ എങ്ങനെ? ഹൗ ഇറ്റ്സ് പോസിബിൾ? അവൻ സംശയത്തോട് ചോദിച്ചു. വരട്ടെ, പറയാം. സംഭവം ക്ലീശയാണ്, പക്ഷെ തൽക്കാലം ഇവിടെ അത് മതി. അവൾ ചിരിച്ചുകൊണ്ട് അവരോട് കാര്യം പറഞ്ഞു. നിത്യ പൊളിച്ചു. ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ? ആശ ചിരിച്ചുകൊണ്ട് അവൾക്ക് കൈ കൊടുത്ത് പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ചിരിച്ചു. എനിക്ക് വേദനയില്ലായിരുന്നു, ക്ലാസ്സിലിരുന്നാൽ മതിയായിരുന്നു. അവൾ വണ്ടിയിലിരുന്ന് അവനെ നോക്കി പറഞ്ഞു. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവളാണോ വൈകുന്നേരം വരെ ക്ലാസ്സിലിരിക്കാൻ പോകുന്നത്? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അത് ഇപ്പോൾ വീട്ടിൽ ചെന്ന ആൻറ്റി ഇല്ലല്ലോ. നിന്റെ കെട്ടിയവനല്ലേ കൂടെയുള്ളത്? അതിൽ കൂടുതൽ നിനക്കിനി ആരെ വേണം? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവനെ നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ വീട്ടിലെത്തി. അവൻ സ്പെയർ കീ ഉപയോഗിച്ച് വീട് തുറന്നു. പോയി ഈ ഡ്രസ്സ് മാറിയിട്ട് പാവാടയോ വേറെ ലൂസായിട്ടുള്ള എന്തെങ്കിലും എടുത്തിട്ട് വാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാം, നീ ഇവിടെ ഇരുന്നോ. അവൻ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി പോകാൻ തുടങ്ങി. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിട്ട് വരാം, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പതിയെ കയറി ഡ്രസ്സ് മാറിയിട്ട് ഒരു സ്കേർട്ടും ടോപ്പും ഇട്ടുകൊണ്ട് വന്നു. ഇവിടെ വന്നിരിക്കെ, അവൻ സോഫയിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് സോഫയിൽ പോയിരുന്നു. അവൻ തറയിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളുടെ പാവാട മുട്ടിന് മുകളിലേക്ക് ആക്കാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ ചെയ്തോളാം, അവൾ പറഞ്ഞു. എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതല്ല. എങ്കിൽ അവിടെ അടങ്ങിയിരിക്കെ, ഞാൻ ചെയ്തോളാം, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ പാവാട മുകളിലേക്ക് വെച്ചുകൊണ്ട് അവളുടെ മുറിഞ്ഞ മുട്ടിൽ ഊതി. അവൻ്റെ ശ്വാസം തട്ടിയതും അവൾക്ക് വല്ലാത്തൊരാശ്വാസം പോലെ തോന്നി. അവൻ അവിടെ ഒന്ന് ചുണ്ടുകൾ ചേർത്തതും അവൾ ഞെട്ടി. അവൾ പെട്ടെന്ന് പാവാട പിടിച്ച് താഴോട്ടിടാൻ ശ്രമിച്ചതും അവൻ അതിനെ തടഞ്ഞു. അവൻ ഓയിൻമെൻറ്റ് കുറച്ച് ചൂണ്ടുവിരലിലേക്ക് എടുത്തുകൊണ്ട് അവളുടെ മുറിവിൽ പുരട്ടി. പിന്നെ അവളുടെ അടുത്തേക്കിരുന്നു. അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ തോളിലേക്ക് അവളെ ചായച്ചു. പിന്നെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. പ്രണയത്തിനേക്കാൾ അവനപ്പോൾ അവൾക്ക് നൽകിയത് വാത്സല്യമായിരുന്നു. നിനക്ക് കിടക്കണോ? അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ തലയാട്ടി. വാ, ഇവിടെ കിടന്നോ, അവൻ അവൻ്റെ കാലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ കട്ടിലിൽ പോയി കിടന്നോളാം. മാളു, ഇവിടെ കിടക്കാൻ. നീ എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാല് വെച്ച് നടക്കണം? നീ ഇനി രാത്രിയിൽ ആ സ്റ്റെപ്പ് കയറിപ്പോയാൽ മതി. ഇവിടെ കിടക്കടി. അവൻ കുറച്ച് കടുപ്പിച്ചു പറഞ്ഞതും അവൾ അവൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. അവൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. അവൻ്റെ കരലാളനയിൽ അവൾ കണ്ണുകൾ പതിയെ അടച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും അവൾ തിരിഞ്ഞു കിടന്നു. അവൻ്റെ വയറ്റിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് അവനെ അവൾ ചുറ്റിപ്പിടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് ഒരു കൈ അവളുടെ ഇടുപ്പിലും മറു കൈ അവളുടെ തലയിലും തലോടിക്കൊണ്ടിരുന്നു. അവൾ തിരിഞ്ഞു കിടന്നതും അവളുടെ പാവാട കുറച്ച് പൊങ്ങിയിരുന്നു. അവനത് താഴേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് TV ഓൺ ചെയ്ത് സൗണ്ട് കുറച്ച് കാണാൻ തുടങ്ങി. കുറച്ചു നേരം മയങ്ങിയതിനു ശേഷം അവൾ കണ്ണുകൾ തുറന്നു. അവൻ്റെ മടിയിൽ കിടക്കുവാണെന്നറിഞ്ഞതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവനെ നോക്കി. സോഫയിലേക്ക് തല ചരിച്ചു വെച്ച് കിടക്കുകയാണ് അവൻ. അവൻ്റെ കിടപ്പ് കണ്ടതും അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു സ്നേഹവും
വാത്സല്യവും ഒക്കെ അവനോട് തോന്നി. അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവളുടെ കൈകൾ കൊണ്ട് മുൻപിലേക്ക് വീണ് കിടക്കുന്ന അവൻ്റെ മുടികളെ മാടി ഒതുക്കി കൊടുത്തു. പിന്നെ എത്തി അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അതേ സ്പീഡിൽ തന്നെ അവൾ പിന്മാറി. പെട്ടെന്ന് കവളിൽ എന്തോ തണുപ്പറിഞ്ഞതും അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ അവൻ്റെ കവളിൽ സ്വയം കൈവച്ചു. അത് കണ്ടതും അവൻ അറിഞ്ഞോ എന്ന് അവൾക്ക് പേടി തോന്നി. നീ ഇപ്പോ എന്നെ കിസ് ചെയ്തോ? അവൻ സംശയത്തോട് ചോദിച്ചു. അവളില്ലെന്ന് തലകുലുക്കി. അവളായിരിക്കാൻ വഴിയില്ലെന്ന് അവനും തോന്നി. അതുകൊണ്ട് തന്നെ അതൊരു സ്വപ്നമായിരിക്കുമെന്ന് അവൻ കരുതി. നിനക്ക് ചായ വേണോ? അവൻ അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അവൾ വേണമെന്ന് തലകുലുക്കി. അവൻ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ചായ ഇടാൻ തുടങ്ങിയതും അവൻ്റെ മമ്മിയും സിറിലും കാറിൽ വന്നിരുന്നു. ആ മോളെ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാനൊന്നും അറിഞ്ഞില്ല മോളെ. മോളെന്താ ആൻറ്റിയോട് വന്ന് ഇതൊക്കെ പറയാഞ്ഞത്? അവർ സംശയത്തോട് ചോദിച്ചു. അതൊന്നും സാരമില്ല ആൻറ്റി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനത് വലിയൊരു പ്രശ്നമാക്കാനൊന്നും ഇരുന്നതല്ല. പക്ഷേ അവൾ പറഞ്ഞുകൊണ്ട് സിറിലിനെ നോക്കി. ഇതൊക്കെ അറിഞ്ഞിട്ട് അവൻ വെറുതെ ഇരിക്കുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? സിറിൽ അവർ നോക്കുന്നത് കണ്ടതും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്തായാലുമില്ല. പ്രത്യേകിച്ച് ഇവളുടെ കാര്യത്തിൽ അവൻ ഒട്ടും അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. അവരും ചിരിച്ചു. എന്താണ് അമ്മയും രണ്ടാമത്തെ മോനും കൂടി എന്നെ കുറ്റം പറയുന്നത്? നാഥ് അടുക്കളയിൽ നിന്നും ഇറങ്ങി ചിരിച്ചുകൊണ്ട് വന്ന് ചോദിച്ചു. അയ്യോ, ഒരു കുറ്റവും പറഞ്ഞില്ലേ. നിന്റെ നല്ലത് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അവർ കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൻ ചിരിച്ചു. നാഥ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കുട്ടി ജാനകി എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് എൻ്റെ സംശയം. ആ കുട്ടി ഒരു തരം കിട്ടിയാൽ ഉടനെ ഇവൾക്കെതിരെയാണല്ലോ. അവൻ്റെ മമ്മി സംശയത്തോട് ചോദിച്ചു. അവൾ എന്തൊക്കെ ശ്രമിച്ചാലും ഇവൾ എൻ്റെ നെഞ്ചിൽ നിന്ന് മാഞ്ഞു പോകില്ല മമ്മി. ഇവൾ എൻ്റെ മാത്രമാണ്. ഞാൻ ഇവളെ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിനിടയിൽ ഇനി ആരെന്ത് കളി കളിച്ചാലും ഒന്നും മാറാൻ പോകുന്നില്ല. അവൻ ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് മാളുവിനെ നോക്കി. മാളുവും അതേ നിമിഷം അവനെ നോക്കി. അവന് തന്നിലുള്ള വിശ്വാസമാണതെന്ന് അവൾക്ക് തോന്നി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. നാഥ് അവൻ്റെ മാളുവിനെ തറയിലും താഴ്ത്തും വയ്ക്കാതെ കുഞ്ഞിനെ പോലെ സ്നേഹിച്ചു. അവൾ പറയാതെ തന്നെ അവൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കാനും മറ്റാരേക്കാളും അവൻ മുൻപന്തിയിലുണ്ടായിരുന്നു. അവളും എപ്പോഴൊക്കെയോ അവനെ തിരികെ സ്നേഹിച്ചു തുടങ്ങി. അത് അവനെ അറിയിച്ചില്ലെങ്കിലും അവനും അത് അവളുടെ നോട്ടത്തിൽ നിന്നൊക്കെ മനസ്സിലായിരുന്നു. എന്നെങ്കിലും അവളത് തുറന്നു പറയും എന്നുള്ള പ്രതീക്ഷയിൽ പഴയതുപോലെ തന്നെ അവനും അവളെ പ്രണയിച്ചു. അവൾ അവനോട് അധികം സംസാരിക്കാനൊന്നും പോകില്ലെങ്കിലും അവൻ പറയുന്നതെല്ലാം അതുപോലെ തന്നെ കേൾക്കുമായിരുന്നു. കോളേജിൽ അവൾക്ക് ഫ്രീ ടൈം വന്നാലും അവന് ഫ്രീ ടൈം വന്നാലും അവൻ അവളെയും കൊണ്ട് ക്യാൻറ്റീനിൽ പോകും. അവൾക്ക് ഓരോന്ന് വാങ്ങിക്കൊടുത്ത് അവളെ കൊണ്ട് കഴിപ്പിക്കും. അവൾ വേണ്ടെന്ന് പറയുമ്പോൾ അവൻ കണ്ണുരുട്ടും. അത് കാണുമ്പോൾ അവൾ പേടിച്ച് അത് മുഴുവൻ കഴിക്കും. നിത്യയും കൂട്ടരും ഇതൊക്കെ കണ്ട് അസൂയപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ പ്ലാൻ നടപ്പാക്കുന്നത് വരെ ഇതൊക്കെ കാണുള്ളൂ എന്നുള്ള രീതിയിൽ അവർ പുച്ഛിച്ചു. വരാൻ പോകുന്നത് എന്തെന്നറിയാതെ മാളു മനസ്സുകൊണ്ട് അവനെ സ്നേഹിച്ചു തുടങ്ങി. ഇന്നാണ് കോളേജിൽ ആർട്സ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാഥ് കോളേജ് ചെയർമാൻ ആയതുകൊണ്ട് തന്നെ അവന് എല്ലാ കാര്യത്തിനും ഓടി നടക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ തലേന്ന് ഫുൾ അവൻ കോളേജിലായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ കോളേജിൽ വരേണ്ടത് കൊണ്ടൊക്കെ മാളുവിനെ നാഥ് 2 ദിവസമായി ശരിക്കും കണ്ടിട്ടില്ല. അവൻ വീട്ടിൽ വരുമ്പോഴേക്കും അവൾ ഉറങ്ങാൻ പോകും. പിന്നെ അവൻ അവളെ ശല്യം ചെയ്യാനും പോകില്ല. നിത്യയുടെയും കൂട്ടരുടെയും ശല്യം പിന്നെ മാളുവിന് ഉണ്ടായിട്ടില്ല. എങ്കിലും മാളുവിന് ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. ആർട്സിന് ഒരുങ്ങി വന്നിരിക്കുകയാണ് മാളുവും അഞ്ജുവും അച്ചുവും. മാളു ഒരു റോസ് കളർ സൽവാറാണ് വേഷം. മുടിയൊക്കെ പിന്നെ കെട്ടി കുഞ്ഞു പൊട്ടും ചന്ദനവും ഒക്കെ ഇട്ട് കണ്ണുകൾ നീട്ടി എഴുതി സുന്ദരിയായി ഒരുങ്ങിയാണ് അവൾ വന്നത്. അഞ്ജു ഒരു റെഡ് സ്കേർട്ടും ബ്ലാക്ക് ടോപ്പുമാണ് വേഷം. അച്ചു ഒരു ജീൻസും ഷർട്ടുമാണ്. അവർ 3 പേരും കൂടി കോളേജ് ഫുൾ ചുറ്റിക്കറങ്ങി നടന്നു. മാളുവും മഞ്ജുവും അച്ചുവും ഒന്നിലും ചേരാതെ വായി നോക്കി നടന്നു. നാഥനെ നിർബന്ധിച്ച് പാട്ട് പഠിപ്പിക്കാൻ നടക്കുവാണ് സിറിലും അഭയും. പക്ഷേ അവൻ പാടുന്നില്ല എന്ന് തന്നെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. മോള് പറഞ്ഞ അവൻ കേൾക്കും. പ്ലീസ് അവനോട് പാടാൻ പറയും. നാഥ് അടുക്കാത്തത് കൊണ്ട് മാളുവിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് സിറിലും അഭയും. അത് പിന്നെ ചേട്ടാ പ്ലീസ് മോളെ പാടാൻ പറ. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരു പ്രോഗ്രാം പോലും ഇല്ല. സീനിയേഴ്സായിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ മോശമാണ്. അവനോട് ഒരു പാട്ട് പാടാൻ പറ. അവൻ നല്ലതുപോലെ പാടും. സിറിൽ അവളെ നോക്കി പറഞ്ഞു. പറ മോളെ പ്ലീസ്. അഭിയും അവളോട് പറഞ്ഞു. പറയാം. അവരുടെ ദയനീയത കണ്ട് അവൾ പറഞ്ഞു. അവൻ നമ്മുടെ ആ വാഗമരത്തിൻ്റെ ചുവട്ടിലുണ്ട്. പോയി പറഞ്ഞിട്ട് വാ. സിറിൽ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അങ്ങോട്ട് നടന്നു. അവളെ കൊലയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു വിടുവാണോ നിങ്ങൾ? അച്ചു സംശയത്തോട് ചോദിച്ചു. പിന്നെ ഒന്ന് പോടി. അവൻ അവളെ ഒന്നും ചെയ്യില്ല. അവൻ്റെ ജീവനാ പോകുന്നത്. സിറിൽ അച്ചുവിനെ പുച്ഛിച്ചു. ഏട്ടൻ്റെ ജീവൻ ആരാ? അവൾ സിറിലിനെ ഞോണ്ടി കുസൃതിയോട് ചോദിച്ചു. എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട്, അവൻ പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ റെഡിയാ കേട്ടോ.
വേറെ ആരുടെയും ജീവനാകുന്നതിന് മുൻപേ ചേട്ടന് വേണമെങ്കിൽ എന്നെ ചേട്ടൻ്റെ ജീവനാക്കിക്കോ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യ, ചില്ലറ ആഗ്രഹമൊന്നുമല്ലല്ലോ മോൾക്ക്. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു കാണിച്ചു. അഭിയുടെ അഞ്ജുവിൻ്റെ അനക്കമൊന്നും കേൾക്കാഞ്ഞതും അച്ചുവും സിറിലും തിരിഞ്ഞു നോക്കി. രണ്ടും കൂടി കണ്ണും കണ്ടും നോക്കി നിൽക്കുവാണ്. അത് കണ്ടതും അച്ചു അവളുടെ കയ്യിൽ കയറി വലിച്ചു. ഡാ! സിറിൽ അവൻ്റെ മുതുകിനൊരടിയും കൊടുത്തതും രണ്ടും അവരെ നോക്കി ഇളിച്ചു കാണിച്ചു. എന്താടാ ഇത്? സിറിൽ കപട ദേഷ്യത്തോട് ചോദിച്ചു. എന്ത്? രണ്ടും കൂടി അണ്ടർഗ്രൗണ്ടിൽ കൂടി ലൈൻ വലിക്കുവാണോ? അച്ചു ചോദിച്ചു. ഞങ്ങൾ വെറുതെ ഇങ്ങനെ, അഞ്ചു ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ദേ, എന്തേലും രണ്ടിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോണം കേട്ടല്ലോ, സിറിൽ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല ചേട്ടാ, അഞ്ചു ചിരിച്ചു. ഓവ്, അത് മനസ്സിലാകുന്നുണ്ട്, സിറിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അഭിയും ചിരിച്ചു. അഞ്ജുവിൻ്റെ ചുണ്ടിൽ നാണത്താലുള്ള പുഞ്ചിരി വിരിഞ്ഞു. നാദിനെ തിരക്കി ഇറങ്ങിയതാണ് മാളു. അവൾ വാഗമരത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയതും അവിടെ ഒരു പെൺകുട്ടിയോട് എന്തൊക്കെയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിൽക്കുന്ന നാദിനെയാണ് കണ്ടത്. ഒരു ബ്ലാക്ക് കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് വേഷം. ഷർട്ടിൻ്റെ ബട്ടൺസ് പാതി തുറന്നിട്ടിട്ടുണ്ട്. മുടി ജെല്ലൊക്കെ തേച്ച് ഭംഗിയായി ഒതുക്കി വെച്ചിട്ടുണ്ട്. അവൾ അവൻ്റെ അടുത്തേക്ക് അവളെ കണ്ടതും നാദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവനെ നോക്കി ചിരിച്ചു. ദേ വരുന്നു നിന്റെ പെണ്ണ്, ആ കുട്ടി നാദിനെ നോക്കി പറഞ്ഞു. എങ്കിൽ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും, ഞാൻ ഇവളോട് സംസാരിച്ചിട്ട് അങ്ങോട്ട് വന്നോളാം. അവൻ പറഞ്ഞതും ആ പെൺകുട്ടി ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി. മാളു നാദിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. പിന്നെ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവനും അവളെ നോക്കി ചിരിച്ചു. എവിടെ നിന്റെ പടകൾ? ഒറ്റയ്ക്ക് വന്നതെന്താ? അവൻ സംശയത്തോടെ കൈകൾ മാറിൽ കെട്ടി അവളോട് ചോദിച്ചു. അവരവിടെയുണ്ട്. ഞാനൊരു കാര്യം പറയാൻ. എന്താ? ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ശല്യം ചെയ്യുകയോ ചെയ്തോ? അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു. അതൊന്നുമല്ല, ആരും ഒന്നും ചെയ്തില്ല. എനിക്ക് വേറെ ഒരു കാര്യം. വേറെ എന്താ? പറയ്. അത് എന്നോട് ദേഷ്യപ്പെടുവോ? അവൾ സംശയത്തോട് ചോദിച്ചു. ആദ്യം നീ കാര്യം പറവണ്ണേ, പിന്നെയല്ലേ ദേഷ്യപ്പെടണോ വേണ്ടായോ എന്ന് ആലോചിക്കുന്നത്. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ അവളുടെ തോളിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. പിന്നെ അവിടെ ഇട്ടിരുന്ന ഒരു ബെഞ്ചിലേക്ക് അവളെയും കൊണ്ടുപോയിരുന്നു. ഇടത് കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് വലത് കൈ അവളുടെ കൈക്ക് മുകളിൽ വെച്ചു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആവശ്യമില്ലാത്ത ഏതെങ്കിലും കാര്യത്തിൽ വെറുതെ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ നിന്നോട് അന്നും ഇന്നും ദേഷ്യപ്പെടാറുള്ളൂ. തെറ്റ് ചെയ്യാഞ്ഞിട്ടും നീ മിണ്ടാതെ ഇരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ദേഷ്യം വരും. ചിലപ്പോൾ ഞാൻ തല്ലും. അല്ലാതെ ഒരു കാര്യത്തിനും ഞാൻ നിന്നോട് ദേഷ്യപ്പെടാറില്ല. അവൻ പറഞ്ഞതും അവൾ ശരിയാണെന്നുള്ള രീതിയിൽ അവനെ നോക്കി തലയാട്ടി. ഇനി പറയ്, എന്താ എൻ്റെ കുഞ്ഞിന് എന്നോട് പറയാനുള്ളത്? അവൻ അരുമയായി അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു ചോദിച്ചു. അത് ഇന്ന് പാട്ട് പാടിക്കൂടെ? അവൾ ചോദിച്ചതും അവൻ ചിരിച്ചു. എന്തിനു ചിരിക്കുന്നേ? അവൾ സംശയത്തോട് ചോദിച്ചു. ഏയ്, അവന്മാർ ലാസ്റ്റ് എൻ്റെ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിച്ചു അല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് അവർ പറഞ്ഞപ്പോൾ ശരി. എൻ്റെ കൊച്ച് ആദ്യമായിട്ട് ഇച്ചായനോട് ഇങ്ങോട്ടൊരാഗ്രഹം പറയുമ്പോൾ എങ്ങനെ പറ്റില്ലെന്ന് പറയുന്നേ? ഞാൻ പാടാം, പക്ഷേ 2 കണ്ടീഷൻ. അവൻ കൈകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി.